ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഇട പൊട്ട, ഇത് ഞാൻ അവന്തിക. ആ ഇതെൻ്റെ വേറെ നമ്പറാ. അല്ല, ഞാൻ പറയാൻ മറ്റേ കാര്യം എന്തായി? സെറ്റാണോ? ആ ഓക്കെ ഓക്കെ ശരി. ഇല്ലില്ല, അത് ഞാൻ ചുമ്മാ തമാശക്ക്. ആ ശരി ശരി. അപ്പം എല്ലാം പറഞ്ഞ പോലെ ശരി, ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ ശരി. എന്തിവിടെ നിൽക്കണത്? ഇവിടെ നിന്റെ അടുത്താണ് ചോദിച്ചത് എന്തിനിവിടെ നിൽക്കണമെന്ന്. ചെവി കേട്ടൂടെ നിനക്ക്? എന്തിവിടെ നിൽക്കണമെന്ന്? അമ്മാവൻ എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. ഹോ, അതെന്ത് സംസാരിക്കണ്ട, അത്ര തന്നെ. അമ്മാവനിപ്പോ വേറെ ഒരുപാട് വലിയ ആൾക്കാരെ കൂട്ടമുണ്ടല്ലോ, ഒരുപാട് സ്വഭാവം മാറിപ്പോയി. എന്തോ സ്വഭാവം മാറിയ? എൻ്റെ സ്വഭാവം ഒന്നും മാറില്ല, ഞാൻ പഴയ ചെയ്യാൻ തന്നെ. ഇപ്പൊ എന്നെ എന്തോന്ന് വിളിച്ചത്? എന്തോന്ന് വിളിച്ചത്? ഇപ്പൊ തുടക്കത്തിൽ തന്നെ എന്തോന്ന് വിളിച്ചത്? എന്തിനിവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. അതിന് മുന്നേ എന്നെ എന്തെന്ന് അതിസംബോധന ചെയ്ത് വിളിച്ചതെന്ന് പറ. എടിയുന്നു പണ്ട് എന്നെ മക്കളെ, മോളെ അങ്ങനൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന അമ്മാവൻ എന്നെ ഇപ്പൊ എടി, പോടി, വാടി, കൊച്ചെ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അതിനകത്ത് സ്വഭാവം മാറിയുന്ന ആ പിങ്കി എന്ന് പറഞ്ഞ ഒരുമ്പട്ടവള് എന്ന് ഈ വീട്ടിൽ കാല് കുത്തിയോ അന്ന് മുതൽ അമ്മാവൻ അവളെ മാത്രം മോളെ, ചക്കരെ, തേനെന്നൊക്കെ വിളിക്കൂ. എന്നെ എടി, പൊടി, വാടി, കൊച്ചെ എന്നൊക്കെയാ വിളിക്കുന്നത്. അയ്യോ എന്റെ പൊന്നുമോളെ, അങ്ങനെയൊന്നും ഇല്ല. അയ്യോ എന്റെ പൊന്നുമോളെ, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നത്. എടി ഞാൻ വന്നപ്പോഴെങ്ങനെ എടി മക്കളെ ജയൻ ഇനി എന്റെ അടുത്ത് ഒരു കുന്തോ സംസാരിക്കണം. അങ്ങനെ അല്ലടി. മനസ്സിലെ കൊല്ലാനായിട്ട് റോഡിൽ വാഴ കൊണ്ട് വെച്ച് നടക്കുക. ചെരുപ്പം പോയി. എന്താ പറയണ്ടെന്ന് പറഞ്ഞു? അടുക്കളയിലോട്ട് വാ കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട്. കേട്ടല്ലോ ആളങ്ങോട്ട്. ഞാൻ എന്തിനാണ് നിന്നെ ചൂടാവുന്നേ? അമ്മാവാ, രുക്കു എപ്പോഴാ വരാ? എനിക്കറിഞ്ഞൂടാ. ഒരു വെഡിങ് വർക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടക്കുവാവും. ഇതെന്താ മുഖം വാടിയിരിക്കുന്നത്? വാട്ട് ഹാപ്പൻ? അവന്തി മോൾ എൻ്റെ അടുത്ത് പിണങ്ങി. എന്തിന്? അവന്തി മോള് പറയാണ് അവന്തി മോളുടെ അടുത്ത് ഇപ്പോൾ എനിക്ക് സ്നേഹമില്ല, പിങ്കി മോളുടെ അടുത്ത് മാത്രമേ സ്നേഹമുള്ളൂ. സ്വാഭാവികം, അത് തന്നെയാണല്ലോ അമ്മാവൻ കാണിക്കുന്നത്. അമ്മാവൻ ആളാകെ മാറി. മോളെ നീയും അങ്ങനെ പറയാതെടി. പിന്നെ ഞാൻ എന്താ പറയണ്ട, ഉള്ള കാര്യമല്ലേ പറയുന്നേ. ആണോ ആണോ? എടി അങ്ങനെയൊന്നുമില്ലടി, എനിക്ക് എല്ലായിടത്തും ഒരുപോലെ തന്നെ സ്നേഹം. കുന്തോണോ ഒരേപോലെ സ്നേഹം? അമ്മാവനിപ്പോ വേർതിരിച്ച് തന്നെ കാണുന്നത്. സത്യമായിട്ട് അങ്ങനെയൊന്നും ഇല്ല മോളെ. ആ പിങ്കി എന്ന് പറഞ്ഞ ഐറ്റ ഇത്ര ഇവിടെ സൂയിസൈഡ് എന്ന് പറഞ്ഞ ഡ്രാമയൊക്കെ കാണിച്ചപ്പോഴേ അമ്മാവനൊരു വാക്ക് ചോദിച്ചാ അവളുടെ അടുത്ത്? ചോദിച്ചാ? അത് പിന്നെ ആ കൊച്ചൊരു തമാശ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? എന്ത് സൂയിസൈഡ് ചെയ്യാന്നുള്ളായിരുന്നോ തമാശ? ആണോ? ആ ഒരു കാര്യത്തിന് നമ്മുടെ അവന്തി അങ്ങനെ എടുത്ത് ചാടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? മോള് ചാടിയില്ലല്ലോ അടി. അയ്യോ, അവന്തി മോള് ചാടിയില്ലല്ലോ. ഇതാ പറഞ്ഞ അമ്മാവനെല്ലാം ഭയങ്കര സില്ലി ആയിട്ട് എടുക്കുന്നേ, ചാടിയില്ലല്ലോ എന്ന്. അപ്പൊ അമ്മാവൻ ആരാ മുഖ്യമാരാ? അങ്ങനെയല്ല, അങ്ങനെ എങ്ങാനും അവന്തി മോള് ചാടിയിരുന്നെങ്കിൽ ഞാൻ മറ്റവളെ ചെവിട് അടിച്ച് പൊളിച്ചേനെ. ചെവിട് അടിച്ച് പൊളിക്കും. ചുമ്മാ അമ്മാവ തള്ളല്ലേ അമ്മാവ. അമ്മാവനെ സത്യം പറഞ്ഞാൽ നമ്മുടെ ബാഹുബലിയിലെ കട്ടപ്പയാണ്. കുട്ടപ്പനല്ല, ബാഹുബലിയിലെ കട്ടപ്പ. ഈ കട്ടപ്പ എന്താ സംഭവം എന്നറിയോ? കട്ടപ്പ മറ്റേ രാജാവിന്റെ അടിമയായിരുന്നു, അടിമ. ചുമ്മാ കിടന്ന്. അതേപോലെ തന്നെ അമ്മാവൻ. ഇവിടുത്തെ ഓണറുടെ പേരെന്താ? തങ്കപ്പ മുതലാളി പറയണത് മാത്രം ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മാവൻ. അല്ലാണ്ട് അമ്മാവനായിട്ട് ഒരു യാതൊരു എത്തിക്സും ഇല്ല. അമ്മാവൻ ആരെയും പേടിക്കണത്? എന്ത് പറഞ്ഞാലും പേടിയാണ്. ഇത്രയൊക്കെ നീ പറയാ, ഇവിടെ എന്തോന്ന് സംഭവിച്ചു മോളെ? കാണിച്ചു കൂട്ടർ അങ്ങനെയാണല്ലോ അമ്മാവൻ. എന്തോന്ന് സംഭവിച്ചെന്ന് നീ ഉദ്ദേശപ്പെടാതെ ഒരു മങ്കി സിംഗിന്റെ ഒരു കഥ. എന്റെ പൊന്നമ്മാവാ, മങ്കി സിംഗിന്റെ കഥയൊക്കെ അമ്മാവൻ പോയിട്ട് ആ മങ്കിയുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഇനി എന്റെ അടുത്തും അവന്തിയുടെ അടുത്തും ഇതിനെപ്പറ്റി ഒരു സാധനവും പറയാൻ നിൽക്കണ്ട. എങ്ങനെയാണോ കാണിക്കുന്നത് അങ്ങനെ തന്നെ കാണിക്കും. മോളെ എന്ന് പറഞ്ഞ് ചെല്ലു. ഓക്കെ, വേണ്ട. ഇതാണ് മങ്കി സിംഗ് പറഞ്ഞത്, ഒരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് പോലും പറ്റൂല. എന്തോടി പറയണ്ടെന്ന് പറഞ്ഞു? പിങ്കി ഉണ്ടല്ലോ, അവക്കിട്ട് കൊടുക്കാനുള്ള ഒരു പണി റെഡി ആയിട്ടുണ്ടെടി. എന്ത് പണി? എല്ലാം സെറ്റാണ്. കാര്യം പറ. അവളുടെ ഒരു ഫോട്ടോ ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ പറയൂല. പറ. അത് അടിപൊളിയായിട്ടുണ്ട്. വേഗം അയക്ക്. ഇപ്പോഴോ? പിന്നല്ലാണ്ട് അയക്ക്. ഇങ്ങനത്തെ കാര്യങ്ങളെ ഒട്ടും വൈകിക്കരുത്. വേണ്ടി
വായിക്കാം, കാരണം വേണ്ട ഒന്ന് അയക്കാം. പിന്നെ വേറെ ഗ്രൂപ്പുകളിലേക്കൊന്നും പോകാണ്ട് നോക്കണം. എന്താ അതെന്താന്നാ ഇടി മന്ദബുദ്ധി, ഇതൊക്കെ പുറത്തുവന്ന വല്ല പോലീസ് കേസാവും. അതുകൊണ്ട് നീ വേഗം അവൾക്ക് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്തോളാൻ നോക്കാം. എടി, അവളുടെ ശരിക്കുള്ള സ്വഭാവം വെച്ച് നമുക്ക് തന്ന പണിയും വെച്ച് ഈ ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് ചെയ്ത് ജംഗ്ഷനെ കൊണ്ട് വെക്കണം. അതാ ചെയ്യേണ്ടത്. എന്നാ കൂടുതൽ നീ ആ രീതി ചിന്തിക്കണ്ട. പണി എവിടെ നിന്ന് കിട്ടുമെന്ന് പറയാനില്ല. ഇപ്പൊ നീ എന്തായാലും അയക്കണ്ടായിരുന്നു. അയക്കല്ലേ? എല്ലാം നേരത്തെ ഉണ്ടരുത്. അവന്തി, ഐ എം റിയലി സോറി. എന്തിന്? താനന്ന് പാട്ടുപാടി കളിയാക്കിയതുകൊണ്ടാ ഞാനും പകരം അനൂർ റിവെഞ്ച് ചെയ്ത്. ഇതൊന്നും അപ്പൊ തോന്നിയില്ലല്ലോ. എന്ത് ചെയ്യാനാ ചാരു, ഞാൻ കുറച്ച് അഗ്രസീവാ. ആക്ച്വലി അതെൻ്റെ ചൈൽഡ്ഹുഡ് പ്രോബ്ലമാണ്. ചൈൽഡ്ഹുഡ് പ്രോബ്ലം ആവാൻ കാരണം എന്താ അറിയോ? 2 അടി കിട്ടണമായിരുന്നു. അടിച്ച് പഠിപ്പിച്ചിരുന്നെങ്കിൽ നീ ഒന്നും ഇങ്ങനെ കാണിക്കില്ല. അത് ചാരു പറഞ്ഞത് ശരിയാ. എൻ്റെ പപ്പയും അമ്മയും എല്ലാം ആഴ്ച തന്നെയാണ് വളർത്തിയത്. അതിൻ്റെ കുറച്ച് കുറവൊക്കെ ഉണ്ട്. എനിവേ, നമുക്ക് എന്തെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. അവന്തിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഓക്കെ, റിലാക്സ് ആൻഡ് ടേക്ക് യുവർ ഓൺ ടൈം. ഓട്ടം കണ്ട അവള് കണ്ട് മെസ്സേജ് കണ്ട് ഓട്ടല്ലേ അവള് ഓട്ടിക്കും. ഞാൻ അല്ലടേ, നീ നിന്റെ ഫോണിൽ നിന്നല്ല അയച്ചേ. അപ്പൊ നിന്റെ നമ്പർ അവൾക്ക് മനസ്സിലാവൂലേ? ഞാൻ പുതിയൊരു നമ്പറിൽ നിന്നാണ് അയച്ചത്. പ്രീ പ്ലാനിങ് അല്ലേ? ബുദ്ധി തന്നെ. കൊള്ളാടി കൊള്ളാം. ഓ, ഇതാരാ എൻ്റെ ഫോട്ടോ ഇങ്ങനെ എഡിറ്റ് ചെയ്തത്? പിക്കപ്പ് ജിത്തു. എന്താന്ന് വെച്ചാൽ കാണിക്കണത്? എന്തിന് വാഴ ചവിട്ടിയത്? വാഴ എന്ത് നല്ല ഫലമില്ലാതെന്ന് അറിയാമോ? ഇപ്പോഴത്തെ കുറേ വാലി പയലുകളുണ്ട്. അവന്മാർ പറയും ഒന്നിനും കൊള്ളാതെ പോലെ കാണുമോ വാഴയെന്ന്. വാഴ അത്ര മോശം കാര്യമൊന്നുമല്ല, അറിയാമോ? വാഴയെന്ന് ഒരേ ഇല വെട്ടിയല്ലേ നമുക്ക് ചോറണ്ണ. അതുപോലെ അതിൻ്റെ നാരെടുത്ത് നമുക്ക് മുല്ലപ്പൂ കെട്ടാം. കൊല്ലം മുറിഞ്ഞ് പഴുപ്പിച്ച് കഴിച്ചൂടെ? വാഴത്തടനല്ല, വാഴത്തട പുളിങ്കറിയും തോരനൊക്കെ വയ്ക്കാം. അങ്ങനെ അത്രയും നല്ലൊരു സാധനമാണ് വാഴ. അതിനാണ് ചവിട്ടുന്നത്. അയ്യോ മോളെ, കരാതെ മോളെ. അയ്യോ കരാതെ അങ്കിൾ, അതിനു വേണ്ടി പറഞ്ഞതല്ല, കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനിയിപ്പോൾ മോൾക്ക് വാഴ ഇടിച്ചേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ അങ്കിൾ ഇന്നലെ കൊല മുറിഞ്ഞൊരു വാഴ ഉണ്ട്, ഞാൻ അത് കാണിച്ചത്. മോളെ അതിൽ അടിക്കുകയോ ഇടിക്കുകയോ ചവിട്ടുകയോ എന്ത് വേണോ ചെയ്താൽ അതിനു വേണ്ടി കരാതെ മക്കളെ. ഞാൻ അതിനൊന്നും അല്ല കരഞ്ഞത്. പിന്നെ ഒരു വൃത്തിയായിട്ട് എന്റെ ഫോട്ടോ വൃത്തിയായിട്ട രീതിയിൽ എഡിറ്റ് ചെയ്ത് എനിക്ക് അയച്ചു വെക്കുക. അയ്യോ യാത് മഹാഭാവി അത്. എനിക്കറിയില്ല അങ്ങളെ, ഇതെങ്ങനെ പുറത്തു പോയി ജീവിച്ചെടുത്തിട്ട് പിന്നെ കാര്യമില്ല. അയ്യോ പിന്നെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന അതിന് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂ? അത് ആരാണെന്ന് കണ്ടുപിടിക്ക്. അങ്ങളെ എനിക്കറിയില്ല. മോക്ക് അയച്ചു തന്നില്ലേ? ആ നമ്പറിൽ ഒരു തിരിച്ചു വിളിച്ചു നോക്ക്. ഹലോ, നിങ്ങളാരാ? നിങ്ങളതിന് എന്റെ ഫോട്ടോ ഇങ്ങനെ എഡിറ്റ് ചെയ്തേ? അയ്യോ പോസ്റ്റ് ചെയ്യല്ലേ. ആണോ നീ? എന്നാ കൊച്ചിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചത്? എന്നാണ് എന്റെ വീട്ടിൽ കറിഞ്ഞ പറ്റും ഞാൻ ചെയ്യാൻ അവനൊക്കെ അറിഞ്ഞൂടാ. ഹലോ 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 കട്ട് ചെയ്തു. അവൻ എന്തോന്ന് പറഞ്ഞത്? അയാൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. 5 ലക്ഷം രൂപ? അയ്യോ, അതിന് അത്രയും പൈസ മോളയിലുണ്ടോ? എൻ്റെ കയ്യിലില്ല അങ്ങളെ, പപ്പയെ വിളിച്ച് ചോദിക്കണം. അതെ മോള് ചോദിക്കുകയാണെങ്കിൽ ഈ ആവശ്യമൊന്നും പറയണ്ട, എനിക്ക് സാറിന് വിഷമാവും. വേറെ ഏതെങ്കിലും ആവശ്യത്തിനെന്ന് പറഞ്ഞ് ചോദിച്ചാൽ മതിയേ. ശരി അങ്കിളെ. അങ്കിളെ പൈസ കൊടുക്കാൻ പോകുമ്പോൾ അങ്കിളും എൻ്റെ കൂടെ വരുമോ? ഞാൻ വരാം മോളെ. ഈ വിഷയം നമ്മളല്ലാതെ വേറെ ആരും അറിയല്ലേ അങ്കിളെ? ഇല്ല, വേറെ ആരുടെ പറയില്ല. മോളും അതുപോലെ വേറെ ആരോടും പറയണ്ടേ കേട്ടാ. മോള് വിഷമിക്കാതെ ഓ. അത് ദുഷ്ടന്മാരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. 5 ലക്ഷം രൂപയ്ക്ക് എന്തിനാടി ചോദിച്ചേ? എടി, ആരെങ്കിലും ഈ ഫോട്ടോ കണ്ട് 5 ലക്ഷം രൂപ കൊടുക്കുവോ?
അവരെന്തായാലും കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ 1 ലക്ഷം രൂപ. എന്നാലും അത് മോശമല്ലേടി. ഒരു മോശമല്ല, നിന്നെ പാർട്ട്ണർഷിപ്പ് കൂട്ടിയപ്പോ എനിക്ക് തോന്നി. മന്തിമോളെ, നിനക്കിപ്പോൾ സമാധാനായ? ഇങ്ങനെയൊന്നും ആരെയും പ്രാവല്ലേ മോളെ? പ്രാവിയോ? ആരെ പ്രാവിന്ന്? ആ പിങ്കി മോളെ. മങ്കിമോക്ക് എന്തിനു പറ്റി? യാവനെ ഒരുത്തൻ ആ കൊച്ചിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൽ മോശം ഇതൊക്കെ വെച്ചിട്ട് ആ കൊച്ചിനെ അയച്ചു കൊടുത്തു. ആണോ? എന്നിട്ട് 5 ലക്ഷം രൂപ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ ഏതിലൊക്കെ ഇടുമെന്ന് പറഞ്ഞു. ഇതാണ് അമ്മാവ പറയുന്നത് ദൈവമുണ്ട് 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 എന്നുള്ളത്. എനിക്കൊരു പണി കിട്ടിയപ്പോ എന്തൊക്കെയായിരുന്നു ഈ പതേ പണി തന്നെ അവക്കും കിട്ടിയില്ലേ? അങ്ങനെ തന്നെ വേണം. അവങ്ങളുടെ അഹങ്കാരം കുറച്ച് കുറയട്ടെ. അഹങ്കാരി. അങ്ങനെ നാണം കടയൊന്നുമില്ല. അവളെ അച്ഛനെ ഈ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് വീട്ടിൽ പട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങണ പൈസയാണ്. അവളെ അച്ഛനെ വിളിച്ച് പറഞ്ഞു ഇപ്പൊ തന്നെ പൈസ അയച്ചു കൊടുക്കും മറ്റവന് കൊടുക്കാൻ. എന്നെയും കൂടെ വിളിച്ചിട്ടുണ്ട് അവന് കൊടുക്കാൻ പോകുമ്പോ കൂട്ടിന് പോവാൻ. 5 ലക്ഷം രൂപ കൊടുക്കാൻ പോവാ? പിന്നെ അല്ലാതെ കാര്യം നടക്കണ്ടേ? അല്ലെങ്കിൽ ആ കൊച്ചിന്റെ ഫോട്ടോ മറ്റവൻ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് ആൾക്കാരൊക്കെ കാണൂലേ? നാണക്കേടല്ലേ? ഞാനേ അതിനു മുമ്പ് അളിയനെ പോയെന്ന് കണ്ടിട്ട്, ഫ്രാൻസിസ് അളിയനെ പോയിട്ട് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ശരി അമ്മാവ. 5 ലക്ഷം രൂപ നമുക്ക് കിട്ടാൻ പോവാടി. ആർക്കാണ് 5 ലക്ഷം രൂപ? അതെന്താ പൈസ കിട്ടി നിനക്ക് പുളിക്കുവോ? അധ്വാനിക്കാത്ത പൈസ കൈ നീട്ടി വാങ്ങിക്കരുതെന്നാ എന്ത് മോശം പരിപാടിയോട് ചിന്തിക്കുന്നത്. എന്നാ കാര്യം നീട്ടി മേടിക്കാം. ഞാൻ മേടിക്കും, എനിക്ക് വേണം പൈസ. എന്നാ എനിക്ക് വേണ്ട. എന്നാ മേടിക്കും. 5 ലക്ഷം രൂപ പക്ഷെ എങ്ങനെ പോയി മേടിക്കുന്ന? ഞാൻ തന്നെ പോയി മേടിക്കല്ലേ? നീ തന്നെ പോയി വാങ്ങിക്കും. അതാകുമ്പോ നിന്റെ ഫേസ് എല്ലാവർക്കും അറിയാലോ. കൈയോടെ പിടിച്ചങ്ങ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. പിന്നെ ജീവിതം കോഞ്ഞാട്ട. വേണ്ട, ആളെ മാറ്റി വിടാം. ഞാൻ പോണമെന്നില്ലല്ലോ. ആര് പോ? കെറ്റപ്പൊക്കെ മാറ്റിയിട്ട് നീ പോവോ? എനിക്ക് തോന്നി നീ എന്റെ നേരെ വന്നേന്ന്. എന്നെ പട്ടി പോ. ഒന്നാമത്തെ ഈ വക പരിപാടിനെ ചാരുവിനെ കിട്ടത്തില്ല. അന്തസ്സുള്ള ചാരു. ജോലിയില്ല, കൂലിയില്ല, അഹങ്കാരമോ അങ്ങ് കെട്ടിടമെന്ന് അവിടെ വിചാരം. എങ്ങനെയെങ്കിലും മനുഷ്യന് 5 ലക്ഷം രൂപ കിട്ടിയിരുന്നേ ദൈവം എന്തൊക്കെ കാര്യങ്ങൾ നടക്കായിരുന്നു. എന്താ ഒരു വഴി? ആലോചിക്കാം. എനിക്ക് മാത്രം എന്തളിയാ ഇങ്ങനെ? ഞാനൊന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് എത്ര ദിവസമാണെന്ന് അറിയാൻ മോളിയനെ. എന്തൊരു പ്രശ്നം? എന്തൊരു പ്രശ്നം പുറത്ത് പറയാൻ പറ്റൂല. പുറത്ത് പറയാൻ പറ്റാത്ത പ്രശ്നമായിപ്പോയി. വല്ല അബദ്ധവും പറ്റിയ? എനിക്കെന്താ അബദ്ധം പറ്റാൻ? ഞാൻ ഭയങ്കര ബുദ്ധിമാനല്ലേ? അല്ല, ആരെങ്കിലും കയറി പീഡിപ്പിക്കുകയോ അറിയാതെ വല്ലോ കൈയും വെക്കുകയോ അങ്ങനെയല്ലേ? തോന്നാളി എത്രയും നാളായിട്ട് എന്നെ കുറിച്ച് അളിയനെ ഞാനാണ് വിചാരിച്ചത്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ? നീ അങ്ങനെ ചെയ്യണല്ല. ഈ വിഷമം എന്ന് പറയുന്നത് നിനക്ക് കല്യാണം ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടി, അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത മാസം ശമ്പളം ഉണ്ട്. പിന്നെ എന്തിനാ? അതൊന്നും അല്ല, നമ്മളെ മുതലാളിയുടെ കൂട്ടുകാരന്റെ മോളെ അവിടെ കേട്ടൂടാ അളി അതങ്ങനെ ഉറച്ച് പറയാൻ പറ്റൂല. ഉറച്ചു പറയാൻ എനിക്ക് കേക്കണ്ടേടാ. പിന്നെ ആരെങ്കിലും കേട്ടാ നാണക്കേടാണ്. ആ കൊച്ചിനും അത് മോശമാവും. ഇവിടെ നീ ഞാനല്ലേ ഉള്ളു, വേറെ ആരും ഇരിക്കുന്നു? എന്നാലും അതായത് ആ പിങ്കി മോള് ഞാൻ പറഞ്ഞില്ലേ, ആ പിങ്കി മോളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഏവനോ എന്തോരൊക്കെ ചെയ്ത് വൃത്തികേടാക്കി അത് പിങ്കി മോക്ക് അയച്ചു കൊടുത്തു. നീ കണ്ട? ഞാൻ കണ്ടില്ല, ഞാൻ കാണേയില്ല, എനിക്കതൊന്നും കാണണ്ട. എന്നിട്ട് പിങ്കി മോള് പറഞ്ഞ്, എന്നിട്ട് 5 ലക്ഷം രൂപ ചോദിച്ച് എന്തിനി? ഇല്ല എന്നുണ്ടെങ്കിൽ എന്തരിലേക്കോ ഇടുവന്നു. ബ്ലാക്ക് മെയിലിംഗ്. ഇനിയിപ്പോ എന്ത് ചെയ്യുവളിയാ? എടാ, ഇത് ഇന്റർനെറ്റ് സ്കാം ആണ്. ഇതിപ്പോ എല്ലാ പെൺപിള്ളേരും ആ പെങ്കൊച്ച്, എനിക്ക് തോന്നുന്നു ആ പെങ്കൊച്ചിന് രാത്രി ഫോണിൽ സംസാരമുണ്ട്. അങ്ങനെ ആരെയോ വിളിച്ച് ഫോണിൽ സംസാരിച്ച് അവൻ ആവശ്യമുള്ളതൊക്കെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് പൈസയ്ക്ക് വേണ്ടി അവൻ ചീറ്റ് ചെയ്യും. അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാളിയാ. പക്ഷെ എല്ലാവരും ഫോൺ ചെയ്യണമെന്ന് ഞാൻ ഒന്നും പറയാറുമില്ല. അല്ല, ഇത് എല്ലാം ഇത് തന്നെ. ഇത് അവസാനം ആളി കത്തുമ്പോഴേ പുറത്ത് പറയുള്ളൂ. ശരി, ഇപ്പൊ അവൻ വിളിച്ചിട്ട് 5 ലക്ഷം രൂപ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ? ആ കൊച്ചാണെങ്കിൽ ഭയങ്കര പൈസക്കാരിയാണ്. ചുമ്മാതല്ല, അപ്പൊ പയ്യന്മാര് വെറുതെ ഇടൂ പൈസ. അപ്പൊ ആ കൊച്ചു പറഞ്ഞ് ആ കൊച്ചിന്റെ അച്ഛൻ്റെ 5 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കാന്ന്. എന്റെ ഇവിടെ സ്പോൺസർ ആവാൻ പറയാ, ചാനൽ നേട്ടെടുക്കാൻ പറയാ.
ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കയറിയിട്ട് ഒരുമാതിരി സംസാരിക്കല്ലേ. നമുക്ക് നനഞ്ഞടവല്ലേ കുഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കുഴിക്കണ്ട, ഇത് മര്യാദ ഞാൻ പറയുന്ന കേക്ക്. ആ പണ അപ്പൊ എന്റെ അടുത്തും കൂടെ പൈസ കൊടുക്കാൻ വേണ്ടി പോവാൻ പറഞ്ഞ്. ആ ആ എന്നാലും നമ്മൾ 5 ലക്ഷം രൂപയൊക്കെ കൊടുക്കുന്നത് മോശമല്ലേ? പിന്നല്ലാതെ കൊടുക്കരുത്. ഇങ്ങനെയുള്ള ചെറ്റ തെണ്ടികൾക്ക് 5 പൈസ കൊടുക്കരുത്. എനിക്ക് വേറൊരു പേടി, 5 ലക്ഷവും വാങ്ങിച്ചിട്ട് അവ ഇനി 10 ലക്ഷം വേണോന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്താ പറയും. എടാ 5 ലക്ഷം വാങ്ങിച്ചിട്ട് അവൻ 2 ദിവസം കടലിൽ അവിടെ ഇവിടെ ബീച്ചിലൊക്കെ കറങ്ങി കപ്പലണ്ടി തിന്ന് ഈ പൈസ തീർക്കും. അത് കഴിയുമ്പോൾ അവൻ അടുത്ത ഫോട്ടോയും കൊണ്ടുവരും. എന്നിട്ട് പറയും 10 ലക്ഷം വേണമെന്ന്. അവസാനം സംഭവിക്കാൻ പോകുന്നത് ഈ പെങ്കൊച്ച് നാണവും മാനവും കെട്ട് എവിടെയെങ്കിലും പോയി ആത്മഹത്യ. അങ്ങനെയൊന്നും പറയരുത്. അല്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അല്ല അങ്ങനെയൊന്നും നടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരെ എല്ലാവരെയും വിളിച്ചു വരുത്തി അവർക്ക് ഒരു ഉപദേശം കൊടുക്കണം. മക്കളെ, ഇങ്ങനെയൊക്കെയാണ് നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, നിങ്ങൾ തന്നെ സംരക്ഷിച്ചോണം, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. അതൊക്കെ ഞാൻ കൊടുത്തോളാം. പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്യണം? ഇപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവൻ്റെ ഇതുപോലത്തെ വൃത്തിയായിട്ട തുണിയില്ലാത്ത ഒരു ഫോട്ടോ സംഘടിപ്പിച്ചിട്ട് തിരിച്ച് അവനെ ചീറ്റ് ചെയ്യാൻ പറ. കാരണം അവ ആരാണെന്ന് അറിഞ്ഞൂടല്ലോ. അവ ആരാണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഈ ഫോട്ടോ എങ്ങനെ അവൻ്റെ കിട്ടി? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഫോൺ വിളിച്ച് എന്റെ തന്ന് ഞാൻ ഷോപ്പ് ചെയ്തതായിരിക്കും. അത് തന്നെ ഇങ്ങോട്ട് നോക്ക്. ഫോൺ വിളിച്ചപ്പോ ഞാൻ പിടിച്ചു വാങ്ങിച്ചു വിളിച്ചപ്പോ 2 വാക്ക് ഞാൻ പറഞ്ഞത് അവൻ കട്ട് ചെയ്തിട്ട് വെക്കളഞ്ഞു. ഇത് ഏത് കഴിപ്പണം കേട്ടവനടാ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇനിയിപ്പോ എന്ത് ചെയ്യുവാളിയാ? നീ ഒരു കാര്യം ചെല്ലി, ഞാൻ വേണ്ടത് ചെയ്യാം. അളിയാ വേണ്ടത് ചെയ്യണേ. ഈ ഇതിൽ ഒരു കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ബാക്കിയുള്ള കൊച്ചുങ്ങളെ നമ്മളെ വീട്ടിൽ പറഞ്ഞു വെച്ച കൊച്ചുങ്ങളെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കൂലേ. തന്നെ അവർ എന്നെ വിശ്വസിച്ചല്ലേ ഏൽപ്പിച്ചത്. അത് തന്നെ. അപ്പൊ ഞാൻ അങ്ങനെ നോക്കണ്ടേ? ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കുവോ? നീ ധൈര്യമായിട്ട് ചെല്ലി. ഞാൻ ഇവിടെ അഗ്നി ഫ്രാൻസിസ് അഗ്നി പത്രം ഇല്ലേ നോക്കണേ അളിയാ. ഞാൻ തീരെ പുറത്താണ് നിൽക്കുന്നത്. നീ ചെല്ലടേ ചെയ്യാം. നീ കരയിക്കല്ലേ, നീ ചെല്ലി ചെയ്യാം. ശരി. എന്നെയും കൂടെ സെൻഡ് ചെയ്യാം. പെമ്പിള്ളേർ ശ്രദ്ധിക്കണം. പവിയെ വിളിച്ച് അങ്ങോട്ട് പോകാൻ പറ. അവൻ ഇനി അത് പെണ്ണിൻ്റെ ബാക്കെ പോയി. ഹലോ, എന്തായി? പൈസ റെഡിയായോ? പൈസയൊക്കെ റെഡിയാ. ഞാൻ എവിടെയാ വരേണ്ടേ? നിങ്ങളുടെ വീട്ടിലെ ഹാളിൽ തന്നെ പൈസ വെച്ചാൽ മതി, ഞാൻ അവിടെ വന്ന് എടുത്തോളാം. ഇവിടെയോ? അതെ. അല്ല, പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുമെന്ന് ഉറപ്പല്ലേ? എനിക്ക് വാക്കൊന്നേ ഉള്ളൂ. ആരുമില്ലേ? ഹലോ, ആരുമില്ലേ? ആരുമില്ലേ? പിന്നെ ഈ സോഫയിലാടാ പെറ്റിട്ടത്. എപ്പോൾ നോക്കിയാലും നിന്നെ ഇവിടെ കാണാനല്ല. നിങ്ങളെ വീട്ടിലാണോ പെറ്റിട്ടത്? എപ്പോൾ നോക്കിയാലും ഇവിടെ കാണാമല്ലോ. ഞാൻ ഇവിടെ കംപ്ലൈൻറ്റ് കിട്ടിയോണ്ട് അന്വേഷിക്കാൻ വന്നതാണ്. ഞാൻ കംപ്ലൈൻറ്റ് ഇട്ടുകൊണ്ട് അന്വേഷിക്കാൻ വന്നു തന്നെ. നിങ്ങൾക്ക് മാത്രമേ കംപ്ലൈൻറ്റ് കിട്ടിയോളൂ? ഇവിടെ ഉള്ളതിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ ഞാനായതുകൊണ്ടാണ് SI സാർ എല്ലാത്തിനും എന്നെ വിടുന്നത്. മനസ്സിലായില്ലേ? മാത്രമല്ല എൻ്റെ ചാരുവിൻ്റെ കേസാകുമ്പോൾ എനിക്ക് അന്വേഷിച്ചല്ലേ പറ്റൂ. പോലീസ് യൂണിഫോമിലായതുകൊണ്ട് ഞാൻ ഇതിനുള്ള മറുപടി പറയണില്ല. നീ എന്നെ കൊണ്ട് ഇടിക്കട്ട എടുപ്പിക്കും കേട്ടാ. ആഴ്ച പിടിക്കുന്നേ. നിങ്ങളെല്ലാരും കൂടെ എന്ത് ഇവിടെ? ഇവിടുത്തെ പ്രിങ്കി എന്ന് പറഞ്ഞ മറ്റേ പിങ്കി പിങ്കി പറഞ്ഞ കൊച്ചു എനിക്കൊരു കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. എന്തോ ഭീഷണി ഉണ്ടെന്നെന്തോ പറഞ്ഞിട്ട് അത് അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. ശരി. ഡേയ്, നീ എന്താ ഇവിടെ? ഈ പറഞ്ഞ സെയിം കംപ്ലൈൻറ്റ് എന്നെങ്കിലും കിട്ടി. എന്നെ ബോസ് പറഞ്ഞു കിട്ടും. ഏത് ബോസ്? മൈ ബോസ്. നിന്റെ മൈ ബോസ് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. കൊള്ളൂല തന്നെ. ഫ്രാൻസിസ് അല്ലേ? ബോസ് ഉണ്ടായിരുന്നാൽ മതി. അത് മാത്രമല്ല, കേരള പോലീസ് ഇവിടെ ഉള്ളപ്പോൾ കണ്ട പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് ഇവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല കേസ്. അതായത് ക്ലയൻറ്റ് പറയിട്ട്. ആര് ക്ലയൻറ്റ്? തോന്നിക്കുന്നു. നീയാ ക്ലയൻറ്റ്? ക്ലൈൻറ്റാ? അത് ബേക്കറി കിട്ടുന്ന സാധനമല്ല. അത് ഒന്ന് നിർത്തി നിർത്തും, അത് വേണ്ട. അതാണ് സാറേ പിങ്കി മോള്. സാർ, അയാളിപ്പോൾ വിളിച്ചിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ബാഗ് ഇവിടെ വെച്ചാൽ മതി, അയാൾ വന്ന് എടുത്തോളാന്ന്. ഒന്നുള്ള എടുത്തോളാന്ന് പറഞ്ഞു. വെരി ഗുഡ്. അപ്പോൾ മോളൊരു കാര്യം ചെയ്യുക, ആ ബാഗ് ഇവിടെ വെച്ചിട്ട് കുറച്ച് ദൂരെ മാറിയിരുന്നു. ബാക്കി കാര്യം ഞാൻ നോക്കണം. ഓക്കെ. ഞാൻ ഇവിടെ ഊഞ്ഞാലാടാൻ വന്നതല്ല, മനസ്സിലായില്ലേ?
എനിക്കറിയാം പ്രതികളെ എങ്ങനെ പിടിക്കണം കീഴ്പ്പെടുത്തണമെന്ന്. കുട്ടി ആ ബാഗ് ഇവിടെ വയ്ക്കൂ, എന്നിട്ട് അങ്ങോട്ട് മാറി ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. വയ്ക്കൂ. ഇതിനല്ലേ ഞാനും പറഞ്ഞു. നീ പറയണ പോലെ അല്ല ഞാൻ പറയണത്. അതെ, നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ ഈ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാം ആദ്യം. മോളൊന്നും ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ബാഗ് അവിടെ വെച്ച് മാറി നിൽക്കി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. മോളോടെ വയ്ക്ക്. മോളാ മോളോട് മാറി അവിടെ മാറി നിന്നോ. നാളെ ഇല്ല. നീ ഒളിച്ചാൽ ഞാൻ ഒളിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനും വിളിക്കും. ചാറ്റളിയല്ല ഇത്. അമ്മേ ഇങ്ങോട്ട്. ഞാൻ പിടിച്ചതാണ്. ഞാനല്ലാതെ പിടിച്ചത്, ഞാനാണ് പിടിച്ചത്. അടി കൂടാതെ അവന്റെ മുഖം കാണിക്കുക. ആരും നോക്കിട്ട് അവന്തി നീയോ? അവന്തി മോളെ, മൈലാഞ്ചിട്ട കള്ളൻ. ഞാൻ മാത്രമല്ല ചാരും ഉണ്ട് അല്ലേടി? പോടി അമ്മാവ, അവള് ചുമ്മാ കള്ളം പറയാ. എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. എന്റെ ചാരും അങ്ങനെ ചെയ്യത്തില്ല. അവൾ എക്സ്ട്രാ ഡീസന്റ്. അതെ, ഈ കുട്ടിയെ ഞാൻ എന്താ ചെയ്യണ്ടേ? അറസ്റ്റ് ചെയ്യട്ടെ? ഈ കേസിൽ വിധി പറയാൻ പോലീസും പട്ടാളൊന്നും വേണ്ട, ഞാൻ തന്നെ മതി. എന്തിനടി ഇതങ്ങനെയൊക്കെ കാണിച്ചത്? എന്തിനടി? അമ്മ ഞാനൊരു തമാശക്ക് ചെയ്തത് അമ്മാവാ. ഇതാണോ നിന്റെ തമാശ? ഇതാണോ?